ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ഹൈദരാബാദി നൈസാമി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞ് വെക്കണമെന്നുണ്ട്, ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. നമ്മൾ മുരിഞ്ഞ് അങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ വെക്കാം. പിന്നെ കുറച്ച് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി കുറച്ചിട്ടാൽ മതി. അപ്പം ഞാൻ 1 കിലോ അളവിലുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം. പിന്നെ അതിലേക്ക് ഒരു 200 ഗ്രാം തൈര് എടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കനിലേക്കാണ് 200 ഗ്രാം തൈര്. ചെറിയ തൈരില്ലേ, ആ തൈര് ഫുള്ള് ഇട്ട് കൊടുക്കാം. അതാണ് 200 ഗ്രാം എന്ന് പറയണത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പല്ല, മുളകൊക്കെ നല്ലോണം കറിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് സാജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പൊടിച്ചോന്നല്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ആവശ്യത്തിലധികം കുറച്ചധികം ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായി ഇട്ട് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനപ്പോൾ കറക്റ്റ് 1 കിലോൻ്റെ അളവിലുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞാൽ അധികം ഓയിലിൻ്റെ പരിപാടികളൊന്നുമില്ല, കുറച്ചൊക്കെയാണ് ചേർക്കണുള്ളൂ. പിന്നെ അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. അത് 3ഉം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊരിച്ച് എടുത്തതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, വറുക്കാനിട്ടത് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആ ഭാഗം മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു നല്ല ഫ്ലേവർ ടേസ്റ്റൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ നിന്ന് അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ല, കുറച്ചൊക്കെ അത്ര അധികം യൂസ് ചെയ്യാണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കണത്. മറ്റേ നമ്മൾ വഴറ്റിയൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം ഓയിലൊക്കെ ചേർക്കണമല്ലോ. ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ അതിൽ നല്ലപോലെ പൊതിഞ്ഞ് വരുന്ന വിധത്തിൽ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യലാണ് ടേസ്റ്റ് മുഴുവൻ ഇരിക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് മിക്സ് ചെയ്യാനും പറ്റും. പിന്നെ കൈക്ക് എരിവൊന്നും എടുക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങയിലേക്ക് ഒരു 10-15 കാഷ്യൂസും 10-15 ആൽമണ്ട്സും ചേർത്തിട്ട് ആദ്യം ഒന്ന് കുതിർക്കാൻ വെക്കുക. എന്നിട്ട് അത് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ്റെ അരച്ച് വെച്ചതുണ്ടല്ലോ, അത് 2 മണിക്കൂർ വെച്ചതിന് ശേഷം അതിലേക്ക് ഈ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 മണിക്കൂർ മാറ്റി വെച്ചതാണ്. ഇനി നമുക്കതിലേക്ക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ, എല്ലാ മിക്സിങ്ങും കഴിഞ്ഞ്. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്തിട്ടൊരു ഏകദേശം 2 മണിക്കൂറൊക്കെ മാറ്റി വെച്ച് പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുക്കിങ്ങിലോട്ട് പോണത്. അപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും.
അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ചെറിയ സിമ്മിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കണ്ട വെള്ളമൊക്കെ അതിൽ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഡ്രൈ ആക്കണ്ട, ചെറിയൊരു ഗ്രേവിയോട് കൂടെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10-20 മിനിറ്റ് സിമ്മിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഐസാമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ. അതിലേക്ക് പൊറോട്ട, പൂരി, പത്തിരിയൊക്കെ കോമ്പിനേഷനാണ്. അപ്പോൾ അതിലേത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണിച്ചായിരിക്കും. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ ഞാൻ എന്തും പറഞ്ഞ പോലെ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അസ്സലാമു അലൈക്കും.